മാന്യ പ്രേക്ഷകർക്ക് നമസ്കാരം. ഞാൻ യാദർശികമായിട്ട് ഏഷ്യാനെറ്റ് ന്യൂസിലെ ഒരു ഷോർട്സ് കാണാനിടയായി. ഒരു പെൺകുട്ടി യാതൊരു ഭയവുമില്ലാതെ സധൈര്യത്തോടുകൂടി യാഥാർത്ഥ്യങ്ങൾ വിളിച്ചു പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നു. നിങ്ങൾ അതൊന്ന് കേട്ടു നോക്കൂ. പണ്ട് ഉണ്ടാക്കിയ കുറെ നിയമവ്യവസ്ഥകളുണ്ട്, അത് ഇപ്പോഴും ഫോളോ ചെയ്യുന്നുണ്ട്. അത് മാറ്റാൻ ശ്രമിച്ചാലും നമ്മളെ കുറെ ഗ്രൂപ്പ്സ് വന്നത് മാറ്റാൻ വിടില്ല. എന്താണ് ആ ഗ്രൂപ്പിന്റെ ലക്ഷ്യം? എന്താണ് അല്ലെങ്കിൽ അപ്ഡേറ്റഡ് ആവാത്ത നിയമങ്ങൾ എന്താണ്? ഒന്ന് രണ്ട് എക്സാമ്പിൾ പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. എക്സാമ്പിൾ എന്ന് പറയാൻ മുസ്ലിം ലോ തന്നെ എടുത്തോളി. ചേഞ്ച് വന്നിട്ടില്ല. പലവിധമായ ചേഞ്ചസ് കൊണ്ടുവരാൻ നോക്കി കഴിഞ്ഞാലും വിടില്ല. അതുകൊണ്ട് എത്ര ആൾക്കാർ വന്ന് ഇന്നും സഫർ ചെയ്യുന്നുണ്ട്. അതേ കമ്മ്യൂണിറ്റി തന്നെ ഉള്ള ആളുകളാണ് എതിർക്കുന്നത്. അതേ കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാരെന്നെ എതിർക്കുന്നത്. നമുക്ക് ആരും പേഴ്സണലായിട്ട് ആരെയും പറയല്ല, പക്ഷെ മാറ്റാൻ വിടില്ല. അത് മാറ്റാത്ത കൊണ്ട് ഒരുപാട് ആൾക്കാർ ഈ ജസ്റ്റിസ് കിട്ടാതെ നിൽക്കുന്നുണ്ട്. ഇപ്പൊ തലാഖിന്റെ കേസ് ആയിക്കോട്ടെ, അങ്ങനെ പല വിധമായിട്ടുള്ള കേസുകളാണെന്നുണ്ടെങ്കിലും ഇന്നും അത് വന്നിട്ട് ആ ഒരു നിയമം എടുത്തു മാറ്റാൻ ഈക്വലായിട്ട് എല്ലാവർക്കും ഒരു നിയമം എന്നുള്ളത് കൊണ്ടുവരാൻ വിടുന്നില്ല. അതുകൊണ്ട് ഇഷ്ടം പോലെ പേര് സഫർ ചെയ്യുന്നുണ്ട്. ഒരുപാട് കുട്ടികളും കുടുംബവും അനാഥരായി നിൽക്കുന്ന ഒരു അവസ്ഥ. നിങ്ങൾ കേട്ടില്ലേ യഥാർത്ഥത്തിൽ ഈ പെൺകുട്ടി എന്താണ് ചെയ്തിട്ടുള്ളത്? കേരളത്തിലെ സകല ജിഹാദികള്, തീവ്ര ചിന്താഗതിക്കാര്, സുടുകള്, ഇത്തരം ആളുകളുടെ കരണത്തടിച്ചതുപോലെയല്ലേ ഈ പെൺകുട്ടി യാഥാർത്ഥ്യങ്ങൾ വിളിച്ചു പറയുന്നത്? ചില ആളുകള്, നമ്മുടെ കേന്ദ്ര സർക്കാർ സംവിധാനങ്ങള് ഇവിടെ മാറ്റങ്ങൾ കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. അതേസമയം ഇവിടെയുള്ള കമ്മ്യൂണിറ്റിയിലെ തീവ്ര ചിന്താഗതിക്കാര്, ഇത്തരം സുടുകള്, ജിഹാദികള്, ഇവര് സംഘടനകള്, ഗ്രൂപ്പുകള്, ഇതിനൊക്കെ തന്നെ എതിർക്കുക എന്ന് നമ്മൾ ഈ ഒരു പെൺകുട്ടി പറഞ്ഞതിലൂടെ കൃത്യമായിട്ട് എന്താ മനസ്സിലാക്കേണ്ടത്? വിവേകമുള്ള മുസ്ലിം സ്ത്രീകള്, അതേപോലെ തന്നെ പെൺകുട്ടികള് യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നു. നരേന്ദ്രമോദി സർക്കാർ മുസ്ലിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള, സാധാരണ മുസ്ലിം സ്ത്രീകളെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള കാര്യങ്ങൾ ഇവിടെ ചെയ്യുന്നുണ്ട് എന്നല്ലേ? ഇവിടെ തലാഖ് സിസ്റ്റം പറഞ്ഞു. ഈ പെൺകുട്ടി പറയുന്നുണ്ട് ഒരുപാട് ആളുകള് ബുദ്ധിമുട്ട് അനുഭവിച്ച് മുന്നോട്ട് പോകുന്നുണ്ട് എന്ന്. നമ്മളൊക്കെ തന്നെ നേരിട്ട് കാണുന്ന ഒരുപാട് ഇതുപോലെയുള്ള വിഷയങ്ങളുണ്ട്. മുത്തലാഖ് വിഷയങ്ങള് വാട്സാപ്പിലൂടെയൊക്കെ ഈ കറിവേപ്പിലേക്ക് എടുത്തെറിയുന്നത് പോലെ മുത്തലാഖ് ചൊല്ലി ഒഴിവാക്കുന്ന എത്ര കേസുകളുണ്ട്. ഇതൊക്കെ തന്നെ സാധാരണ മുസ്ലിം സ്ത്രീകള്, പാവപ്പെട്ട മുസ്ലിം സ്ത്രീകളും പെൺകുട്ടികളുമാ ഇതിൻ്റെ ഒക്കെ തന്നെ ഇര എന്ന് പറയുന്നത്. എന്നിട്ട് കുട്ടികളൊക്കെ ഉണ്ടാവും. അതൊക്കെയായിട്ട് ദുരിത ജീവിതമായിട്ട് മുന്നോട്ട് പോകണം. പുരുഷൻ ഇതൊക്കെ അങ്ങ് വലിച്ചെറിഞ്ഞിട്ട് അങ്ങ് പോയാൽ മതി, ഒരു പ്രശ്നമില്ല. ഇവിടെ ഒരു അറസ്റ്റും ഉണ്ടല്ലോ, കാരണം മുസ്ലിം ലോ അങ്ങനെയാണല്ലോ. ഇവിടെ ഒരു ഹിന്ദു പുരുഷനോ ഒരു ക്രിസ്ത്യൻ പുരുഷനോ ഇതുപോലെ കറിവേപ്പില പോലെ വലിച്ചെറിയാൻ സാധിക്കില്ല. ഇന്ത്യൻ നിയമം അവരെ പിടിക്കൂ. പക്ഷെ ഇത് ഈ മുസ്ലിം ലോ കാരണം ഈ മുസ്ലിം പുരുഷന്മാർക്ക് ഒരു പ്രശ്നമില്ല. അപ്പൊ ഇതൊക്കെ കൊണ്ടുവരുന്നതിനെ, ആളുകൾ എതിർക്കുന്നതിനെ കരണത്തടിക്കാൻ തയ്യാറായിട്ടാ ഇവിടെ വിവേകമുള്ള മുസ്ലിം സ്ത്രീകളും പെൺകുട്ടികളും ഉള്ളത് എന്നല്ലേ നമ്മൾ ഇതിലൂടെ മനസ്സിലാക്കേണ്ടത്? ഇതൊക്കെ പറയുന്ന എന്നെ, അതുപോലെ തന്നെ യാഥാർത്ഥ്യം പറഞ്ഞ ഈ പെൺകുട്ടിയെ, ഇത്തരം ഈ യാഥാർത്ഥ്യങ്ങൾ ആര് പറയുന്നോ അവർ മതത്തെ വിമർശിക്കുന്നു, മതത്തെ എതിർക്കുന്നു എന്ന് പറഞ്ഞ് ഇവിടെയുള്ള സകല തീവ്ര ചിന്താഗതിക്കാരും ജിഹാദികളും ചാടി വീഴും. ഓരോ സാധാരണ വിശ്വാസിക്കും ഈ ജിഹാദികളുടെ വിശ്വാസ സർട്ടിഫിക്കറ്റ് വേണ്ട എന്ന് തന്നെയാണ് ഇത്തരം സകല ആളുകളോടും പറയാനുള്ളത്. ഇവിടെ കേന്ദ്ര സർക്കാരോ ഇവിടെ ആരും തന്നെ ഒരു മതത്തിനും എതിരല്ല. ഇവിടെ കേന്ദ്ര സർക്കാർ സംവിധാനങ്ങളൊക്കെ മതത്തിനൊക്കെ എതിരായിരുന്നെങ്കിൽ ഇതുപോലെയാണോ, ഇത്രത്തോളം സ്വാതന്ത്ര്യത്തോടു കൂടിയാണോ കാര്യങ്ങൾ മുന്നോട്ട് പോകല്ല. ഈ കേന്ദ്ര സർക്കാർ സംവിധാനങ്ങളൊന്നും ഒരു തരത്തിലും ഒരു മതത്തിനും എതിരല്ലാത്തത് കൊണ്ടാണ് മുസ്ലിം സ്ത്രീകളെ, മുസ്ലിം പെൺകുട്ടികളെയൊക്കെ പ്രൊട്ടക്ട് ചെയ്യാൻ വളരെ വലിയ ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ പെൺകുട്ടി തന്നെ പറയുന്നില്ലേ ഏക സിവിൽ കോഡ്, അതായത് തുല്യത, എല്ലാവർക്കും ഒരേപോലെയുള്ള നീതി എന്നാ പറയുന്നത്. ഈ ഏക സിവിൽ കോഡൊക്കെ വന്നു കഴിഞ്ഞാൽ എത്രത്തോളം മാറ്റങ്ങൾ ഉണ്ടാവും? മുസ്ലിം സ്ത്രീകൾക്ക് തുല്യമായിട്ടുള്ള സ്വത്തവകാശം വരും. അതിനേക്കാളൊക്കെ വലിയ രീതിയിലുള്ളൊരു മറ്റൊരു പ്രശ്നമല്ലേ മുസ്ലിം പുരുഷന്മാര് ഒരു പെണ്ണ് കെട്ടിയാലോ, 2 പെണ്ണ് കെട്ടിയാലോ, 3 പെണ്ണ് കെട്ടിയാലോ ഇവിടെ പ്രശ്നമുണ്ടോ? മുസ്ലിം ലോ അല്ലേ, ഒരു പ്രശ്നമില്ല. അതേസമയം ഒരു ഹിന്ദു പുരുഷനോ ഒരു ക്രിസ്ത്യൻ പുരുഷനോ മറ്റൊരു വിവാഹം കഴിച്ചാൽ, ഒരു വിവാഹം നിലനിൽക്കെ മറ്റൊരു വിവാഹം കഴിച്ചാൽ ഇന്ത്യൻ നിയമപ്രകാരം ജയിലിലേക്ക് പോകണം. അത് ഇവിടെ മുസ്ലിം പുരുഷൻ പ്രശ്നമല്ല. ഇവിടെയും നമ്മൾ മനസ്സിലാക്കണം, ഈ മുസ്ലിം പുരുഷന്മാർ തന്നെ സാമ്പത്തികമായിട്ട് വലിയ ഭദ്രതയുള്ള ഒരു സ്ഥലത്തുനിന്ന് ഒരു പെൺകുട്ടിയെ വിവാഹം ചെയ്താൽ ആ പുരുഷൻ മറ്റൊരു വിവാഹം ഒന്നും കഴിക്കാൻ പോവില്ല.
അവരതുമായിട്ട് മുന്നോട്ട് പോയിക്കോളൂ. അതേസമയം സാമ്പത്തികമായിട്ട് വലിയ ശേഷിയുള്ള ഒരു പുരുഷന് ഒരു പാവപ്പെട്ട മുസ്ലിം പെൺകുട്ടിയെ കല്യാണം കഴിച്ചാൽ ആ സാമ്പത്തികമുള്ള പുരുഷൻ മറ്റൊരു പാവപ്പെട്ട വീട്ടിൽ പോയിട്ടും വീണ്ടും കല്യാണം കഴിക്കൂ. ഇതൊക്കെ തന്നെ ബുദ്ധിമുട്ട് ഇവിടെയുള്ള സാധാരണ മുസ്ലിങ്ങൾക്ക്, സാധാരണക്കാരായ മുസ്ലിം സ്ത്രീകൾ, പെൺകുട്ടികൾ അനുഭവിക്കുന്നത്. അവർ തുറന്ന് പറയുക. ഇതൊക്കെ യാഥാർത്ഥ്യം മനസ്സിലാക്കിയിട്ടുള്ള ഒരു പെൺകുട്ടിയാ വിളിച്ചു പറയുന്നത്. ഇതൊക്കെ തലാക്ക് ചൊല്ലിയൊക്കെ അവസ്ഥകൾ കണ്ടാൽ ആരും തന്നെ ഇതൊന്നും എതിർക്കാൻ നിൽക്കില്ല. നിരോധിക്കുക തന്നെ വേണ്ടത് എന്നേ ബോധമുള്ളവർ പറയൂ. സ്വന്തം അനുഭവത്തിലില്ലാത്തവർക്ക് ഇതൊക്കെ വലിയ എതിർപ്പായിരിക്കും. തൊടുകൾ, ജിഹാദികൾ, തീവ്രചിന്ത, ഇവരൊക്കെ എല്ലാത്തിനും എതിർക്കും. ഏക സിവിൽ കോഡോ അത് പറ്റൂല. ഏക സിവിൽ കോഡിൽ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കണം. UAE സൗദി അറേബ്യ ഒക്കെ എടുത്തു നോക്കിയാൽ ഒരു രാജ്യം ഒരു നിയമ. അവിടെ മറ്റു മതങ്ങൾക്ക് വേറെ എന്തെങ്കിലും നിയമമുണ്ടോ? ഇല്ല, ഒരിക്കലും ഇല്ല. ഒരു നിയമം. പിന്നെ ഇവിടെയുള്ള നമ്മൾ മനസ്സിലാക്കേണ്ട വലിയൊരു ഇരട്ടത്താപ്പുണ്ട്. ഏക സിവിൽ കോഡ് വരുമ്പോൾ ഇവിടെ തുല്യത വരും, അതൊക്കെ ഇവരെ കുറെ അവകാശങ്ങളൊക്കെ പോകുന്നാണല്ലോ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ എന്തുകൊണ്ടാ ഇന്ത്യൻ ക്രിമിനൽ ലോ അല്ല ഞങ്ങൾക്ക് വേണ്ടത്, ഞങ്ങൾക്ക് ശരീഅത്ത് ക്രിമിനൽ ലോ വേണം? ഈ ഇവിടെ പറയുന്ന സംഘടനകൾ, അതായത് സകല തീവ്ര ചിന്താഗതി ജിഹാദികളൊക്കെ എന്തുകൊണ്ടാ ശരീഅത്ത് നിയമം അനുസരിച്ച് ഒരു മുസ്ലിം പുരുഷൻ തെറ്റ് ചെയ്താൽ കട്ട് കഴിഞ്ഞാൽ കൈവെട്ടണം, കാല് വെട്ടണം, തല വെട്ടണം എന്നുള്ള നിയമം ഇന്ത്യൻ നിയമത്തിൽ ശരീഅത്തായിട്ട് മുസ്ലിം പുരുഷന്മാരെ അങ്ങനെ തന്നെ ശിക്ഷിക്കൂ എന്ന് ഒരു സംഘടനയും പറയാത്തത്? മറിച്ച് അവർക്ക് ഒറ്റ ആഗ്രഹമുള്ളൂ, ഇവിടെ സ്വത്തവകാശം കുറവന്നെ മതി സ്ത്രീകൾക്ക്, അതേപോലെ തന്നെ പെണ്ണ് ഒരുപാട് ഇത്തരം ശരീഅത്ത് നിയമം ഇവർ ആഗ്രഹിക്കുന്നുള്ളൂ. അതുകൊണ്ടാണ് ഇവരൊക്കെ എല്ലാ രീതിയിലും ഇവിടെ ഇരട്ടത്താപ്പ ചെയ്യുന്നത്. ഇനി ഈ നമ്മൾ UAE സൗദി അറേബ്യയൊക്കെ ഏക സിവിൽ കോഡൊക്കെ പറയുമ്പോൾ, ഇവിടെ ലോകത്ത് ഭൂരിപക്ഷ രാജ്യങ്ങളും ഒരു രാജ്യവും ഒരു നിയമമാണ്. എന്നാലും നമ്മൾ ഈ സൗദി അറേബ്യ, UAE ഒക്കെ പറയുമ്പോൾ പറയും, അത് മതരാജ്യമല്ലേ, അതങ്ങനെയല്ല ഇങ്ങനെയല്ല എന്ന് ഇതേ ആളുകൾ രംഗത്ത് വന്ന് വിളിച്ചു പറയും. ഇതേ ആളുകൾ തന്നെ ഇവിടെ വഖഫ് ബോർഡ് വിഷയം പറയുമ്പോൾ ഒരക്ഷരമുണ്ടോ? ഇവരൊക്കെ എന്താ പറയാറുള്ളത്? ഏക സിവിൽ കോഡ് പറയുമ്പോൾ, അതേസമയം സൗദി അറേബ്യ, UAE പറയുമ്പോൾ അത് മതേ രാജ്യം, ഇത് ജനാധിപത്യ മതേതരത്വ രാജ്യം എന്നല്ലേ? അങ്ങനെയുള്ള ഒരു ജനാധിപത്യ മതേതരത്വ രാജ്യത്ത് എങ്ങനെയാ വഖഫ് ബോർഡ് പോലെ എന്ത് കണ്ടാലും സ്വന്തമാക്കുന്ന ഒരു നിയമം ഒരു മതേതര രാജ്യത്ത്, ഒരു ജനാധിപത്യ രാജ്യത്ത് അനുവദിക്കാൻ സാധിക്കുക? അപ്പോൾ ഒരൊറ്റൊരുത്തനും ഒരക്ഷരം ഉണ്ടാവില്ല. അപ്പോൾ ഇത്തരം ഇരട്ടത്താപ്പുകളൊക്കെ ഇവിടെയുള്ള സാധാരണ മുസ്ലിം സ്ത്രീകള്, വിവേകമുള്ള മുസ്ലിം പെൺകുട്ടികള് തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്നു. കേന്ദ്ര സർക്കാർ കൊണ്ടുവരുന്ന ഓരോ കാര്യങ്ങളിലും കൃത്യമായിട്ട് മുസ്ലിം സ്ത്രീകളെ തന്നെ, പെൺകുട്ടികളെ തന്നെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന കാര്യങ്ങളുണ്ട് എന്നുള്ളത് ഇവരൊക്കെ തന്നെ തിരിച്ചറിയാം. ഇവിടെയുള്ള ജിഹാദികളെയും ഈ പറയുന്ന തീവ്ര ചിന്താഗതിക്കാരെയൊക്കെ തള്ളാൻ ഇവിടെ വിവേകമുള്ള മുസ്ലിം പെൺകുട്ടികൾ തന്നെ തയ്യാറാവുന്നു എന്നുള്ളത് വളരെ സന്തോഷകരമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്.